5 Mile. നമസ്കാരം. സ്വപ്നത്തിൽ പോലും കാണാത്ത കനത്ത തിരിച്ചടിയാണ് ചൈനയ്ക്ക് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയെ കാത്തിരിക്കുന്നത്. ചൈന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമുക്കറിയാം, ലോക ടെലികോം വിപണിയിൽ ചൈനയ്ക്കുള്ള ഒരു മേൽക്കൈ. ഒട്ടെല്ലാ പ്രമുഖ കമ്പനികളും ചൈനീസ് കമ്പനികളാണ്. അവരുടെ അപ്രമാദിത്വം ആ മേഖലയിൽ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ശ്രമിച്ചവർക്കൊന്നും എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും എല്ലാവരും ടെലികോം എന്ന് പറഞ്ഞാൽ ചൈനയിലേക്ക് ഉറ്റുനോക്കുന്ന സ്ഥിതിയാണുള്ളത്. ആ ചൈനയെ ടെലികോം രംഗത്ത് മലർത്തിയടിക്കാനുള്ള ഒരു ബൃഹൽ പദ്ധതിയാണ് G7 ഇന്ത്യയും ഓസ്ട്രേലിയയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടുന്ന പുതിയ കൂട്ടുകെട്ടുണ്ടാക്കാൻ പോകുന്നു. പറയുന്നത് നരേന്ദ്രമോദിയുടെ ബുദ്ധിയാണിത് എന്നാണ്. ഈ മേഖലയിൽ ചൈനയെ ഒതുക്കി കെട്ടിയാൽ ചൈനയ്ക്ക് പിന്നെ കീഴടങ്ങാതെ മാർഗമില്ലാതെ വരും. ഇന്നിപ്പോ 5Gയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ 5Gയുടെ കാലഘട്ടത്തിലേക്ക് ലോകം കാലെടുത്ത് വയ്ക്കുന്ന സമയമാണ്. ആ രംഗത്ത് ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ചൈനീസ് കമ്പനിയാണ്, ഹുവായി. അവർ ലോകം കീഴടക്കാൻ ഇറങ്ങിയിരിക്കുക. ഇന്ത്യയിൽ പോലും 5G വരുന്ന സമയത്ത് ആ മാർക്കറ്റ് പിടിക്കാൻ രംഗത്തുള്ളത് ചൈനീസ് കമ്പനി, ഇതേ ചൈനീസ് കമ്പനിയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് അവർ നേരത്തെ ധാരണയിലെത്തിയിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങളും അവരവിടെ തുടങ്ങി. ആ വേളയിലാണ് മോഡിയുടെ ബുദ്ധി ചൈനയ്ക്കെതിരായിട്ട് തിരിയുന്നത്. നമുക്ക് വേറൊരു മാർഗം കണ്ടെത്തണം. ചൈനയെ നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അത് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇതാണെന്ന് നരേന്ദ്രമോദിക്കറിയാം. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ചൈനയെ ആരും വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. കൊറോണ മൂലം പ്രതിസന്ധി അനുഭവിച്ച എല്ലാ രാജ്യങ്ങളും അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുകയാണ് ചൈന ചെയ്തത് എന്ന് തുറന്നു പറയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് വേറെ എന്താണ് പോംവഴി എന്നുള്ള ചിന്ത ഉടലെടുത്തത്. അവിടെയാണ് G7+3 D10. G7 എന്ന് പറഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, ഇറ്റലി, ഒരു രാജ്യം കൂടി, 7 രാജ്യങ്ങളുണ്ട്, റഷ്യ. അപ്പൊ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് G7-ലുണ്ട്. അവർക്കൊപ്പം അവർ ക്ഷണിക്കുന്നു ഇന്ത്യയെ കൂടി. ചൈനയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഓസ്ട്രേലിയ വരുന്നു അതിൻ്റെ ഒപ്പം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ടുള്ള ദക്ഷിണ കൊറിയയും വരുന്നു. ഇവരൊരു ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള കൂട്ടായ്മ മാത്രമല്ല, അതിന്റെ രൂപരേഖ തയ്യാറാകുന്നതേ ഉള്ളൂ. G7 മീറ്റിംഗ് ഉടനെ തന്നെ ട്രംപ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് D10 ഇന്ത്യയും ഓസ്ട്രേലിയയും കൊറിയയും ദക്ഷിണ കൊറിയയും ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ടാകും. അതിനുശേഷം D10 മീറ്റിംഗ് ഉടനെ ഉണ്ടാകും. അപ്പൊ അവിടെ ആലോചിക്കാൻ പോകുന്നത്, D10 യോഗത്തിൽ ആലോചിക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, ടെലികോം മേഖലയിൽ ഒക്കെ തന്നെ സംയുക്ത നിക്ഷേപം ഉണ്ടാകും.
കൂട്ടായ പ്രവർത്തനമുണ്ടാകും, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈമാറും, നയതന്ത്ര തലത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതൊരു ഒരു ഒരു വലിയ 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 മാറ്റമാണ് ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. യാതൊരു സംശയവുമില്ല. അവിടെ ഏറ്റവും പ്രധാനം ആ കൂട്ടായ്മയിൽ ചൈനയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വരുന്നു എന്നതാണ്. G7 ഇപ്പൊ തന്നെ ചൈനയില്ല. G10 ചൈന ഇല്ലാതെ വന്നാൽ അവരുടെ വാക്ക് കേൾക്കാൻ പോലും ഈ സമ്പന്ന അല്ലെങ്കിൽ വികസിത അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അവർക്ക് വന്നൊരു വാക്ക് പറയാനുള്ള അവസരമില്ലാതെ വരുന്നു എന്നതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതില് 5Gയുടെ കാര്യത്തിൽ ഊന്നൽ കൊടുത്തു കഴിഞ്ഞു ബ്രിട്ടൻ. പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് ചൈനീസ് കമ്പനി. അതിനൊരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ബോറിസ് ജോൺസൺ പറയുന്നത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കാരണവശാലും 35% ചൈനീസ് കമ്പനിക്ക് കടന്നു വരാൻ പാടില്ല എന്നൊരു നിബന്ധന ഉണ്ടാക്കണം ആദ്യം. അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. 2023 വരെ ചൈനീസ് കമ്പനി ഇംഗ്ലണ്ടിൽ ഉണ്ടാകാവുള്ളൂ എന്നുള്ള തീരുമാനവും അവരെടുത്തു. അതായത് ചൈന കയറിക്കൂടിയ ഏകരാജ്യമായ ചൈനയിൽ പോലും അവർ പുറത്താകുന്നു. പണ്ടേ തന്നെ അമേരിക്ക ഈ ചൈനീസ് കമ്പനിക്കെതിരാണ്. ട്രംപ് പലതും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്, നമുക്കറിയാലോ. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? അമേരിക്കൻ സർവകലാശാലയിലേക്ക് വരുന്ന ചൈനീസ് വിദ്യാർത്ഥികൾ ചാരന്മാരാണ്. അവർ ഇവിടുത്തെ വിശദാംശങ്ങൾ, പല സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ചോർത്തിക്കൊണ്ടു പോകുന്നു. അതുകൊണ്ട് മേലിൽ ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിസ കൊടുക്കുമ്പോൾ പലതും ആലോചിക്കും, നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നാണ്. അതിനേക്കാൾ അപകടം പിടിച്ചതാണ് ചൈനയുടെ ടെലികോം രംഗത്തെ ഇടപെടൽ. 5Gയുടെ മുഴുവൻ മെക്കാനിസവും അവരുടെ കയ്യിലായാൽ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന എന്തും ചോർത്താൻ അവർക്ക് കഴിയില്ലേ? എന്ത് വേണമെങ്കിലും അവർക്ക് ചോർത്താൻ കഴിയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന എല്ലാ വിവരങ്ങളും ചോർത്താൻ അവർക്ക് കഴിയും. കാരണം അവരുടെ കയ്യിലാണ് ടെലികോം അപ്പറേറ്റസ് ഉള്ളത്, ഇൻസ്ട്രുമെന്റ് ഉള്ളത്. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ ഏൽപ്പിക്കാവുന്ന കാര്യമല്ല അത് എന്ന കാര്യത്തിൽ മോഡിക്കും അറിയാമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് പകരം വരിക? ഹുവായി പോയി, അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ പകരം ആരാ? അതൊരു പ്രശ്നമാണെന്ന് ലോകത്ത്. നോക്കിയ ഉണ്ട് ഫിൻലാൻഡിന്റെ, എറിക്സൺ ഉണ്ട് സ്വീഡന്റെ. 2 കമ്പനികളാണ് ഇന്ന് ഈ രംഗത്തുള്ളത്. 5Gയുടെ ഇൻസ്ട്രുമെന്റ്സ് കൊടുക്കാൻ കഴിയണം, റിലേ ഫെസിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കണം, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം, ആന്റിന ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അതിനൊക്കെ ഇന്നിപ്പോ 2 കമ്പനികളെ ലോകത്തും. അവരെ എത്രത്തോളം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഇന്ത്യക്കും അറിയാം, കാരണം ഇന്ത്യ അത് ഫേസ് ചെയ്യുന്നതാണ്. ചൈനീസ് കമ്പനി വേണ്ട എന്ന് തീരുമാനിച്ച സമയത്ത് തന്നെ വേറെ ആര് എന്നുള്ള ചിന്ത ഇന്ത്യ ഫേസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് മോഡി പറയുന്നത് വി വിൽ ഹാവ് ടു തിങ്ക് ഓഫ് ആൻ ആൾട്ടർനേറ്റീവ്. ഈ 10 രാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചിന്തിക്കട്ടെ, ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവട്ടെ. അത് ഈ 10 രാജ്യങ്ങളുടെയും കൂട്ടായ്മയായിട്ട് വരുമെങ്കിൽ അതും നല്ലതാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയെങ്കിലും നിലനിൽക്കുമല്ലോ, പരസ്പരം സഹകരിച്ചുകൊണ്ട്. അതാണ് മോഡി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതിന്ന് ലോകരാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആ താത്വികമായ തീരുമാനം, ഔപചാരികമായ തീരുമാനം ഉണ്ടാകാൻ ഇനി ഏതാനും ആഴ്ചകളെ വേണ്ടി വരും.
അതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 5Gയുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇന്ത്യയിൽ ചിന്തകൾ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല, അത് മുഴുവൻ പുറത്തു വന്നിട്ടില്ല. പക്ഷെ റിലയൻസിന്റെ മുകേഷ് അംബാനി അടുത്ത ദിവസം രാഷ്ട്രത്തോട് അദ്ദേഹത്തിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് 5G പ്ലാറ്റ്ഫോമിനെ കുറിച്ച് റിലയൻസ് ജിയോ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. അവർക്ക് അവരുടേതായ നിലയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു 5G മെക്കാനിസം തുടങ്ങാനെ കുറിച്ച് റിലയൻസ് ആലോചിക്കുന്നു. തീർച്ചയായിട്ടും ഈ 10D വന്നു കഴിഞ്ഞാൽ അതിൽ റിലയൻസിന്റെ സഹായവും തേടാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഈ 10 വികസിത രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് ജിയോന് കടന്നു വരാൻ പറ്റിയാൽ പോലും അതിശയിക്കാനില്ല. ഉണ്ടാകും എന്നല്ല, കാരണം അത്രയ്ക്കൊരു കോൺക്രീറ്റ് സ്റ്റെപ്പിലേക്ക് അവർ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവരുടെ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. ആ ആഗ്രഹം നല്ലതുമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ടെലികോം മെക്കാനിസം രൂപപ്പെടുന്നത് എന്തായാലും നമുക്കൊക്കെ അഭിമാനിക്കാൻ, അതാരായാലും. ഒരു കാര്യം കൂടി പറഞ്ഞാലേ പൂർണ്ണമാകും. ഹുവായിയുടെ അവരൊരു വേൾഡ് ടെലികോം ജയന്റ് ആണെന്ന കാര്യത്തെ കുറിച്ച് ആർക്കും തർക്കമില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വില കൂടിയ പല ഫോണുകളുടെയും ഉൽപ്പന്നം അവരുടേതാണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തുള്ളത് അവരാണ്. അവരുടെ ടോട്ടൽ അസറ്റ്സ് എത്രയാണെന്നറിയും? $122.947 ബില്യൺ. അവരുടെ ഇക്വിറ്റി $342.316 ബില്യൺ. അതിനേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ള ബിസിനസ്സാണ് അവർ നടത്തുന്നത് ലോകം മുഴുവൻ. അതാ ചൈനയുടെ അഭിമാന സ്തംഭമല്ലേ? ചൈനയുടെ ഒരു മുഖമുദ്രയല്ലേ ആ ടെലികോം ജയന്റ്? ഹുവായി എന്ന് പറയുമ്പോൾ ചൈനയെ ഓർക്കുന്നില്ലേ ലോകത്തെ ജനങ്ങൾ മുഴുവൻ? അവരെയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പൊ കെട്ടുകെട്ടിക്കാൻ പോകുന്നത്. അവരെയാണ് പടിയിറക്കി വിടാൻ പോകുന്നത്. അത് ചൈനയുടെ മുഖത്തടിച്ചതിന് തുല്യമാണ്. എന്തുകൊണ്ട് അതുണ്ടായി? വിശ്വസിക്കാൻ കൊള്ളാത്ത നയതന്ത്രം, വിശ്വസിക്കാൻ കൊള്ളാത്ത പെരുമാറ്റം, നിലപാട്. കൊറോണ വൈറസിന്റെ കാര്യത്തിൽ അവർ കളിച്ച കളി ലോകത്തിന് മുഴുവൻ ചതിയാണ് ചെയ്തു വെച്ചത്. ലോകത്തെ മുഴുവൻ ചതിക്കുകയായിരുന്നില്ലേ? വുഹാൻ വൈറസ്, ചൈനീസ് വൈറസ് എന്ന് ട്രംപും മറ്റ് രാജ്യങ്ങളിലെ നേതാക്കന്മാരും തുറന്നു പറഞ്ഞപ്പോഴും മിണ്ടാതെ കേൾക്കാതെ ഇരിക്കുകയായിരുന്നു ചൈനീസ് നേതാക്കന്മാർ. WHO അടക്കി പിടിച്ച് വസ്തുതകൾ പുറത്തു വരാതിരിക്കാനുള്ള കള്ളക്കളിയും നടത്തി. ഇന്നിപ്പോ ഓരോരുത്തരായിട്ട് അവർക്കെതിരെ ആഞ്ഞടിക്കുന്നു. ലോക സമൂഹത്തിൽ ചൈന ഒറ്റപ്പെടുന്നു, രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുന്നു, വാണിജ്യപരമായിട്ട് ഒറ്റപ്പെടുന്നു, സാമ്പത്തികമായിട്ട് അവർ തളരുകയും ചെയ്യും. ഈ ബുദ്ധിയാണ് നരേന്ദ്രമോദിയുടെ. അതാണ് എൻ്റെ പ്രാധാന്യം. മോഡിയെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ രാഷ്ട്രത്തലവന്മാർ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഡെഫിനറ്റ് ആൻസർ മോഡിയിൽ നിന്നുണ്ടാകും. ഒരു ആത്മവിശ്വാസം പകരാൻ മോഡിക്കാകും. ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ആത്മവിശ്വാസം പകരുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ, ഞാൻ കൂടെയുണ്ട്, ഞാൻ മുന്നിലുണ്ട് എന്ന് പറയുന്ന ഒരു നേതാവല്ലേ? ആ നേതൃകൗശലം, ആ നേതൃശേഷി ഇന്ന് ഈ D10 വരുന്ന 10 രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നതാണ്.